നമസ്കാരം. ഗതാഗത മന്ത്രിയായി കെ.ബി. ഗണേഷ് കുമാർ രംഗത്തെത്തിയതോടെ നിരവധി പരിഷ്കാരങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പരിഷ്കരണമൊക്കെ നടത്തുകയുണ്ടായി. ഡ്രൈവിംഗ് സ്കൂളിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഒക്കെ രീതികളൊക്കെ മാറ്റുകയുണ്ടായി. അതിനെതിരെ നിരവധി പ്രതിഷേധമുണ്ടായി. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസുമായി അപേക്ഷിച്ചവർ എത്രയോ മാസം കാത്തിരിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോഴിതാ ഇതേപോലെ തന്നെ മറ്റൊരു നിർണായക അറിയിപ്പുമായി രംഗത്തെത്തുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവിംഗ് സ്കൂളിൽ വീണ്ടും ഒരു പരിഷ്കരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഈ ഒരു നിർദ്ദേശം പുറത്തു വരുന്നത്. അതായത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ഒരേ നിറം നൽകണം എന്നതാണ് പുതിയ നിർദ്ദേശം. മോട്ടോർ സൈക്കിൾ ഒഴികെയുള്ള ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കാറുകളുടെയും ബോണറ്റിലും ഇരുവശങ്ങളിലും കടും മഞ്ഞ നിറം നിർബന്ധമാണെന്നും ഇത് സംബന്ധിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു എന്നുമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട നിലവിലുള്ള പരിഷ്കാരങ്ങൾക്ക് പുറമെയാണ് പുതിയ നിർദ്ദേശം ഉന്നയിച്ചിരിക്കുന്നത്. മോട്ടോർ സൈക്കിൾ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളിലും കടും മഞ്ഞ നിറം നിർബന്ധമാക്കണം എന്നാണ് പറയുന്നത്. കാറുകളുടെ ബോണറ്റ്, ഡിക്കിയുമായി ചേരുന്ന ഇരുവശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ നിറം മാറ്റേണ്ടതുണ്ട്. ഒക്ടോബർ 1 തന്നെ ഇത് നിർബന്ധമായും നടപ്പിലാക്കണം എന്നതാണ് നിർദ്ദേശം. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വാഹനങ്ങളെല്ലാം ഒരേ ശ്രേണിയിൽ കൊണ്ടുവരണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ കളർ കോഡ് ആവശ്യം ഹൈക്കോടതി നേരത്തെ തള്ളിയിട്ടുണ്ട്. പുതിയ പരിഷ്കാരത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ യൂണിയനുകളും മോട്ടോർ വാഹന വകുപ്പും രണ്ട് തട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതേസമയം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ രോഷം പ്രകടിപ്പിച്ചു എന്നതാണ് റിപ്പോർട്ട്. അതായത് ഇനി വീണ്ടും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഏറെ എന്ന് ചുരുക്കം. അങ്ങനെയാണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ മോട്ടോർ വാഹന ടെസ്റ്റ് ഒക്കെ തന്നെ വീണ്ടും വൈകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് മാസങ്ങളോളം നീണ്ടുനിന്ന പ്രതിഷേധം. അതൊക്കെ ഒന്ന് ഒതുങ്ങി തീർന്ന് ഇപ്പോൾ വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോഴാണ് വീണ്ടും നിർണായക തീരുമാനവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തുന്നത്.